നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കോവളത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള സമുദ്ര എന്ന് പറയുന്ന KTDCയുടെ ഒരു പാർക്കാണ്. ഇതിപ്പോൾ അധിക നാളായില്ല തുടങ്ങിയിട്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് VG. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് സമുദ്ര എന്ന് പറയുന്ന ഒരു പാർക്കിലോട്ടാണ്. KTDCയുടെ പാർക്കാണിത്. ഇതിപ്പോൾ KTDC ആണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അധികം നാളായില്ല. KTDCയുടെ റിസോർട്ട് തൊട്ടടുത്ത് വരുന്നുണ്ട്. KTDCയുടെ റിസോർട്ടിന് തൊട്ടടുത്ത് തന്നെ ഉള്ള പാർക്കാണിത്. ഏതായാലും പാർക്കിലെ കാഴ്ചകളിലോട്ട് നമുക്ക് പോകാം. ഇതാണ് കോവളം സമുദ്രയുടെ മെയിൻ എൻട്രൻസ്. അകത്ത് കയറുന്നത് നേരെ കാണുന്നത് ഇതാണ്. സ്ട്രെയിറ്റ് കാണുന്ന വ്യൂ ആണിത്. അതുമല്ല, ഈ പാർക്കിനോട് തൊട്ടടുത്ത് ചേർന്ന് തന്നെ KTDCയുടെ ഒരു ചെറിയൊരു കഫേ ഉണ്ട്. അവിടെ ചായയൊക്കെ കുടിക്കാനായിട്ട് ഒരു കഫേ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവനിങ് വരുമ്പോഴും നമുക്ക് കോഫിയൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഏരിയയാണ്. അതോടൊപ്പം തന്നെ നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് അവിടെ നിന്ന് വൈകുന്നേരം ചായ കുടിക്കാനായിട്ട്. ഈ നടപ്പാതയ്ക്ക് രണ്ട് വശത്തുമായിട്ട് ഇങ്ങനെ പെബിൾസൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാത്തിലും ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈവനിങ് വരുമ്പോൾ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ വേറൊരു ലുക്കായിരിക്കും. ഇവിടെയൊക്കെ വാട്ടർ ഫൗണ്ടൈൻ ഉണ്ടെന്ന് തോന്നുന്നു. വൈകുന്നേരം കുറച്ച് ഈവനിങ് ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതുമല്ല, എല്ലാ സൈഡും ഈ ഫ്ലോറിലൊക്കെ ഫ്ലോർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നില്ല, ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ 4 പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പില്ലേഴ്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ വെറുതെ നിർത്തിയിരിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു പഴയ കാലത്തിൻ്റെ ഒരു അമ്പലത്തിൻ്റെ ഫീല്, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്തേക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വരാനും പിള്ളേരൊക്കെ ആയിട്ട് വന്നിരിക്കാനും എല്ലാ വിധത്തിലുള്ള സെറ്റപ്പുകളും ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ, കുഞ്ഞു പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചെറിയ രീതിയിലുള്ള അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, വാളിൽ ഇങ്ങനെ പിടിച്ച് കയറാനുള്ള സംഭവമാണ്. കുഞ്ഞു പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് വാളിൽ ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈവനിങ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ 2 ഊഞ്ഞാലുണ്ട്. അതുപോലെ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഉള്ള ഒരു ചെറിയൊരു പ്ലേ ഏരിയ ആണ്. അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് സൈഡ് വോളൊക്കെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ഭംഗിയായിട്ട് വോൾ ആർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് നോക്കിയേ. സോ ഈവനിങ്ങൊക്കെ ഇവിടെ വന്നിരിക്കാനായിട്ട് ഭയങ്കര നല്ല രസമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഈവനിങ്ങൊക്കെ വന്നു കഴിഞ്ഞാലും ഇരിക്കാനായിട്ട് കല്ലുകൊണ്ടുള്ള ഇരിപ്പിടമൊക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട് കല്ലുകൊണ്ട് ഇരിക്കാനായിട്ടൊക്കെ ഉള്ള. ഇവിടെ നിന്ന് നേരെ ബീച്ചിൻ്റെ വ്യൂ ആണ്. ഇതൊക്കെ വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഗൈസ്, ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഈ പില്ലേഴ്സൊക്കെ ശ്രദ്ധിച്ചായിരുന്നു, ലൈറ്റിൻ്റെ പില്ലേഴ്സ്. എല്ലാ പില്ലറിലും 4 സൈഡിലായിട്ട് സോളാർ പാനലുകൾ കൊടുത്തിരിക്കുകയാണ്. സോ വൈകുന്നേരം ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഇതിൽ നിന്ന് എടുക്കാം. അങ്ങനെ ഇവിടെ ഉള്ള എല്ലാ പില്ലേഴ്സിലും ചെറിയ സോളാർ പാനലുകൾ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾ നോക്കൂ, ഇവിടെയുള്ള എല്ലാ വോളിലും ഇങ്ങനെ വോൾ ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വോൾ പെയിൻറ്റിങ് വളരെ ഭംഗിയായിട്ടാണ് എല്ലാ വോളിലും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ വരുന്നത് ആ വോളിലും ഫ്രണ്ടിലുള്ള വോളിലൊക്കെ വാൾ പെയിൻറ്റിങ് വരുന്നുണ്ട്.
KTDCയുടെ സമുദ്ര പാർക്ക് നമ്മളിപ്പോൾ കണ്ടത് അവിടെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് ഈ സ്റ്റെപ്പ് വഴി മുകളിൽ കയറി വന്നാൽ റൈറ്റ് സൈഡ് തന്നെ KTDC റിസോർട്ട് ഇരിപ്പുണ്ട്. ഈ റോഡ് ഈ വഴി താഴോട്ട് പോയാൽ നമുക്ക് ഈ വഴി നേരെ പോയാൽ ചെന്നിറങ്ങുന്നത് കോവളം വിഴിഞ്ഞം ബീച്ചിലോട്ടാണ്. അവിടെയും നല്ല വ്യൂ ആണ്. നിങ്ങൾക്കറിയാം, വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. ഗൈസ്, നല്ല കാറ്റാണ് ഇവിടെ. വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുത്ത കാറ്റാണ്. ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യാണ് ഇവിടെ. നല്ല തണുത്ത കാറ്റാണ്. എന്താ പറയുക, ഇപ്പം എല്ലാവരും വരിക, ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുക, ഫാമിലി ആയിട്ട് വരിക. ഓക്കെ, നമ്മുടെ ആ പാർക്കിൽ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ ഈ നടപ്പാത വഴി താഴോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ അടിപൊളി ബീച്ചാണ് നിങ്ങൾ കാണുന്നത്. കോവളത്തിന് തൊട്ട് താഴെയുള്ള സ്ഥലമാണ്, വിഴിഞ്ഞമാണ് ഈ സ്ഥലം. നിങ്ങൾക്ക് ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ അടിപൊളി വ്യൂ ആണ്. കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിരിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ്. ഓക്കെ, എന്തായാലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഗൈസ്, ആ സമുദ്ര പാർക്കിന് തൊട്ട് മുകളിലായിട്ട്, ആ പാറയുടെ മുകളിലാണിത്. ഇവിടെ നല്ല വ്യൂ ആണ്. പക്ഷേ വരുന്നവർ സൂക്ഷിക്കുക, കുറച്ച് ഡേഞ്ചറാണ്. കാല് തെറ്റിയൊന്നും വീഴാൻ പാടില്ല, കുറച്ച് സൂക്ഷിച്ചൊക്കെ ഇരിക്കുക. പിന്നെ പിള്ളേരുമായിട്ട് വരുന്നവർ ഇവിടെ വരാതിരിക്കുന്നതാണ് ബെറ്റർ, എൻ്റെ സജഷൻ. അല്ലാതെ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് സൂക്ഷിച്ചാൽ മതി നിങ്ങൾക്ക്. ഇവിടെ നിന്ന് പക്ഷേ നല്ല വ്യൂ ആണ്. നിങ്ങൾക്ക് വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാനായിട്ട് നല്ല വ്യൂ ആണ്. കുറച്ച് നേരം ഇവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ അടിപൊളിയാണ്. സൂപ്പർ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, എൻജോയ് ചെയ്യുക. ഈവനിങ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈവനിങ് ഒക്കെ വന്നിരുന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഫാമിലി ആയിട്ട് വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്.